തമിഴ്നാട്ടിൽ സ്ത്രീ സുരക്ഷയ്ക്കായുള്ള പ്രത്യേക സിംഗപ്പെൺ ദൌത്യസേന നിലവിൽ വന്നു. ചെന്നൈയിൽ നടന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി സി ജോസഫ് വിജയ് ഉദ്ഘാടനം നിർവഹിച്ചു. സിംഗപ്പെൺ ലോഗോ പ്രകാശനം ചെയ്ത വിജയ് സേനയ്ക്കായി പ്രത്യേകം തയ്യാറാക്കിയ വാഹനങ്ങൾ ഓടിച്ചതിനു ശേഷമാണ് ഉദ്യോഗസ്ഥർക്ക് കൈമാറിയത്. സിംഗപ്പെൺ സേനയിലേക്ക് ഉടൻ 2500 വനിതാ പോലീസുകാരെ നിയമിക്കുമെന്നും കുറ്റകൃത്യം തടയുകയാകും ഇവരുടെ ലക്ഷ്യമെന്നും വിജയ് പറഞ്ഞു. ലഹരിയൊഴുക്ക് തടയുന്നതിൽ DMK സർക്കാർ പരാജയപ്പെട്ടതുകൊണ്ടാണ് കുറ്റകൃത്യങ്ങൾ വർദ്ധിച്ചതെന്നും വിജയ് വിമർശിച്ചു. സ്ത്രീകളുടെ സുരക്ഷ ഉറപ്പാക്കാൻ പ്രത്യേക സേന നിലവിൽ വരുമെന്ന് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത ദിവസം വിജയ് പ്രഖ്യാപിച്ചിരുന്നു. വിജയുടെ അമ്മയും മന്ത്രിമാരും ചടങ്ങിൽ പങ്കെടുത്തു. അതിനിടെ മുഖ്യമന്ത്രി സി ജോസഫ് വിജയിനെ വാഴ്ത്തി NDA നേതാവ് അൻപുമണി രാമദാസ് രംഗത്തെത്തി. തമിഴ്നാട്ടിൽ മുഖ്യമന്ത്രി സി ജോസഫ് വിജയുടെ നേതൃത്വത്തിലുള്ള പുതിയ സർക്കാർ അധികാരമേറ്റതിന് പിന്നാലെ അഴിമതിയിൽ വലിയ കുറവുണ്ടായെന്നാണ് പട്ടാളി മക്കൾ കക്ഷി അധ്യക്ഷൻ അൻപുമണി രാമദാസ് അഭിപ്രായപ്പെട്ടത്. ചെന്നൈയിൽ മുഖ്യമന്ത്രി വിജയുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് TVK സർക്കാരിനെ പുകഴ്ത്തി അദ്ദേഹം രംഗത്തെത്തിയത്. സർക്കാർ അധികാരമേറ്റ് 1 മാസം തികയുമ്പോൾ തന്നെ സംസ്ഥാനത്ത് പ്രകടമായ മാറ്റങ്ങൾ ദൃശ്യമാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. തമിഴ്നാട്ടിൽ ഉടൻ തന്നെ ജാതി സെൻസസ് നടത്താമെന്ന് മുഖ്യമന്ത്രി വിജയ് തനിക്ക് ഉറപ്പു നൽകിയതായും കൂടിക്കാഴ്ചയ്ക്ക് ശേഷം PMK അധ്യക്ഷൻ മാധ്യമങ്ങളോട് വ്യക്തമാക്കി. സിംഗപ്പെൺ ടാസ്ക് ഫോഴ്സിന്റെ 12 സംഘങ്ങളാണ് ഇന്നു മുതൽ തമിഴ്നാട്ടിലെ നഗരങ്ങളിൽ റോന്തു ചുറ്റുന്നത്. ഫ്ലവർ ബസാർ, വാഷർമാൻപെട്ട്, പുളിയന്തോപ്പ്, അടയാർ, ടി നഗർ, സെന്റ് തോമസ് മൗണ്ട്, അണ്ണാനഗർ, കൊളത്തൂർ, കോയമ്പേട്, ട്രിപ്ലിക്കൻ, മൈലാപ്പൂർ, കിൽപോത്ത് എന്നീ സ്റ്റേഷൻ പരിസരങ്ങൾ കേന്ദ്രീകരിച്ചാണ് സംഘം നിരീക്ഷണം നടത്തുന്നത്. ഓരോ മേഖലയിലെയും അസിസ്റ്റന്റ് കമ്മീഷണർമാർക്കാണ് സംഘങ്ങളുടെ ഉത്തരവാദിത്തം. തമിഴ്നാട്ടിൽ ജനപ്രിയ പ്രഖ്യാപനങ്ങളുമായി അധികാരത്തിലേറിയ ആദ്യ ദിനങ്ങളിൽ തന്നെ വിജയ് കയ്യടി നേടിയിരുന്നു. ആദ്യം മദ്യശാലകളുടെ കാര്യത്തിൽ കടുത്ത നിയന്ത്രണം കൊണ്ടുവന്ന മുഖ്യമന്ത്രി തൊട്ടു പിന്നാലെ പുറപ്പെടുവിച്ച ഉത്തരവാണ് ഇപ്പോൾ കയ്യടി നേടിയിരിക്കുന്നത്. സംസ്ഥാനത്തെ സർക്കാർ ഉദ്യോഗസ്ഥർക്കും അധ്യാപകർക്കുമുള്ള ക്ഷാമബത്ത നിലവിലുള്ള 58% നിന്നും 60% വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള ഉത്തരവാണ് പുറത്തുവന്നത്. ഈ വർധനവിന് 2026 ജനുവരി 1 മുതൽ മുൻകാല പ്രാബല്യമുണ്ടാകുമെന്നും ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഏകദേശം 16 ലക്ഷം പേർക്ക് ഈ ഉത്തരവ് ഗുണകരമാകും. സർക്കാർ ഉദ്യോഗസ്ഥർ, അധ്യാപകർ, പെൻഷൻകാർ, കുടുംബ പെൻഷൻകാർ എന്നിവർക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കും. തീരുമാനം നടപ്പാക്കുന്നതിലൂടെ സംസ്ഥാന സർക്കാരിന് പ്രതിവർഷം 1230 കോടി രൂപയുടെ അധിക ചെലവ് ഉണ്ടാകുമെന്ന് വിവരമുണ്ട്. സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ക്ഷേമം കണക്കിലെടുത്താണ് ഈ അധിക തുക അനുവദിച്ചിരിക്കുന്നത്. കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കുള്ള ക്ഷാമബത്ത വർദ്ധിപ്പിച്ചതിനു പിന്നാലെയാണ് സംസ്ഥാന ജീവനക്കാരുടെയും ക്ഷേമം മുൻനിർത്തി തമിഴ്നാട് സർക്കാർ ഈ തീരുമാനമെടുത്തതെന്ന് അറിയിപ്പിൽ വ്യക്തമാക്കുന്നു. ജനക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കുന്നതിൽ സർക്കാർ ഉദ്യോഗസ്ഥരും അധ്യാപകരും വഹിക്കുന്ന പങ്കിനെ മുഖ്യമന്ത്രി കുറിപ്പിലൂടെ അഭിനന്ദിക്കുകയും ചെയ്തിട്ടുണ്ട്. സംസ്ഥാന ജനസമ്പർക്ക വകുപ്പാണ് ഉത്തരവ് പുറപ്പെടുവിച്ചത്. TVK തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളായി പ്രഖ്യാപിച്ച പദ്ധതികൾ നടപ്പിലാക്കാൻ ഏകദേശം 42,000 കോടി രൂപ അധികമായി വേണ്ടിവരുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. നിലവിൽ സർക്കാരിന്റെ ധനകമ്മി 1.22 ലക്ഷം കോടി രൂപയാണ്. മുൻ DMK സർക്കാർ ഖജനാവ് കാലിയാക്കിയാണ് പടിയിറങ്ങിയിരിക്കുന്നതെന്ന് വിജയ് വിമർശിച്ചിട്ടുണ്ട്. ശതകോടികൾ ധനകമ്മിയുള്ള സർക്കാരിന് അതിരുവിട്ടുള്ള പ്രഖ്യാപനങ്ങൾ കടുത്ത പ്രതിസന്ധി സൃഷ്ടിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. സ്ത്രീകൾക്ക് പ്രതിമാസം നൽകുന്ന 1000 രൂപ ധനസഹായം 2500 രൂപയാക്കി ഉയർത്തിയപ്പോൾ നേരത്തെ ഇതിനു ചെലവാക്കിയിരുന്ന പ്രതിവർഷ തുകയായ 14,411 കോടി രൂപ 36,029 കോടിയായി വർദ്ധിപ്പിക്കും. ഇതിലൂടെ 21,617 കോടിയുടെ അധിക ബാധ്യതയാണ് സർക്കാരിനുണ്ടാവുക. മറ്റൊരു പ്രധാന വാഗ്ദാനമായ പ്രതിവർഷം 6 പാചകവാതക സിലിണ്ടറുകൾ ജനങ്ങൾക്കു നൽകാനായി ഏകദേശം 7,000 കോടി രൂപ അധികമായി ചെലവഴിക്കേണ്ടി വരും. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.